പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ആണ്, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ സ്ട്രെസ് അറ്റ് പോയിൻറ്റ്സ് ഇൻ സ്ട്രെയിൻഡ് മെറ്റീരിയൽസ് ആർ 50 MPa ടെൻസൈൽ ആൻഡ് 20 MPa ടെൻസൈൽ on two mutually perpendicular planes along with shear stress of 50 MPa. Find the principal stress and planes on which they act. Also find the maximum shear stress and its plane. ശ്രദ്ധിക്കുക, ഇവിടെ അടുത്ത് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് എന്നൊക്കെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നേക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടും ടെൻഷനാണ്. അപ്പോൾ അതിൽ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 50 MPa ടെൻഷൻ ആയതുകൊണ്ട് പോസിറ്റീവാണ്. ദെൻ സിഗ്മ വൈ എന്ന് പറയുന്ന 20 MPa, അതും എന്ത് തന്നെയാണ്, ടെൻസൈലാണ്. അപ്പോൾ സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ എക്സ് വൈ ആണ്, 50 Nm/mm². സെയിം നമ്മുടെ പ്രീവിയസ് വീഡിയോയിലുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ അപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഏതാണ്? സിഗ്മ ഈസ് ഈക്വൽ ടു, ഇത് ഞാൻ ഫസ്റ്റത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ സിഗ്മ 2ൻ്റെയും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. സിഗ്മ 2 എടുക്കുന്ന സമയത്ത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2ഉം സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2ഉം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. സോ 50 + 20/2ഉം അതുപോലെ തന്നെ 50 - 20/2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആൻസർ ചെയ്ത് പോവുകയാണ്. സിഗ്മ 1 എന്ന് പറയുന്നത് 56.2132ഉം സിഗ്മ 2 എന്ന് പറയുന്നത് 13.7867ഉമാണ്. രണ്ടും Nm/mm² തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓൾസോ ഫൈൻഡ് ദ മാക്സിമം ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് പ്ലെയിൻസ്. ശ്രദ്ധിക്കുക, സ്ട്രെസ്സ് മാത്രമല്ല ആ പ്ലെയിന് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾസ് ആണ്. സോ പ്രിൻസിപ്പൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് tan 2 θ is equal to 2 × tau xy by sigma x minus sigma y. 2 × tau xy നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടില്ലേ, 2 × 15 by sigma x 15 minus 20. സോ നമുക്ക് ആൻസർ 1 എന്ന് വരും. അപ്പോൾ നമുക്ക് 2 θ is equal to tan inverse 1 ആണ് വരുന്നത്. നമുക്ക് ആൻസർ 45 ഡിഗ്രി എന്നാണ് വരുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, 2 θയാണ്. അതിൽ നിന്ന് 2 θ കണ്ടുപിടിക്കുന്ന സമയത്ത് 22.5 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് പ്ലെയിൻസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് 22.5 ആണെന്ന് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറയുക? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തു, പ്ലെയിൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഓൾസോ ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ. ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ പ്ലെയിനും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്താലോ? സോ മാക്സിമം ഷിയർ സ്ട്രെസ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. സോ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലി നമുക്ക് 21.21 Nm/mm² എന്നാണ് കിട്ടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇനി അതിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ പ്ലെയിനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ സ്ട്രെസ്സിൻ്റെ പ്ലെയിനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊന്നുമില്ല, നമുക്ക് തൊട്ട് മുന്നേ എന്ത് കിട്ടിയിട്ടുണ്ട്? ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. ആ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. θs is equal to 22.5 + 45, സോ 67.5 ഡിഗ്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.